അപ്പോൾ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ നൂറ് നിൽക്കുകയാണ്. അയ്യോ ഉണ്ടോ, ഈ കാണുന്ന മലയിലേക്കാണ് കയറേണ്ടത്. പൊളിഞ്ഞ് വീണില്ലെങ്കിൽ തിരിച്ചറിഞ്ഞു വരാം. എൻ്റെ കയറുന്നപ്പോൾ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല. അനങ്ങും പൊച്ച വെക്കും കേട്ടോ, പേടിയാവുന്നുണ്ട്. ഇത് അഡ്വഞ്ചറല്ല, ഇത് അപകടമാണ്. പക്ഷേ ഇത് താഴെ കമ്പിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? താഴെ കമ്പിയില്ലേ? ഇതിൻ്റെ മേലെ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവും കേട്ടോ. കാരണം 4 മരത്തിലാണ് ഇത് എന്താ പറയുക ഈ ഹഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാടുക ഈ കാറ്റടിക്കുമ്പോഴേ. ഇവിടുന്ന് കാറ്റ് കുറഞ്ഞു കേട്ടോ, അപ്പോൾ ചൂടെടുക്കാൻ തുടങ്ങി. കാറ്റ് കുറഞ്ഞു കേട്ടോ, അപ്പോൾ ഇവിടുന്ന് ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ എന്താ പറയുക മേലോട്ട് പോവാം. എൻ്റെ മോനെ, ഈ യൂക്കാലി മരങ്ങളാട്ടോ. യൂക്കാലി മരം കൊണ്ടും ഇതേ പേടിച്ചിട്ട് പറയാനും പറ്റുന്നില്ല. അയ്യോ, ചാടിയാൽ ഒന്നും ആവില്ല. ഒന്ന് ചാടി ഇറങ്ങി രക്ഷപ്പെട്ടു കേട്ടോ. യൂക്കാലി മരം കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അടിയിൽ കമ്പിയൊക്കെ ഇട്ടിട്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നല്ലേ. അപ്പം നമ്മൾ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ പറയുക ഇതിൻ്റെ മേലോട്ട് കയറണം. അപ്പോൾ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ നൂറ് നിൽക്കുകയാണ്. അയ്യോ ഉണ്ടോ, ഈ കാണുന്ന മലയിലേക്കാണ് കയറേണ്ടത്. ചെറിയ സ്ലോപ്പുള്ളതുകൊണ്ട് കയറിപ്പോകാൻ പറ്റുമായിരിക്കും. ഇവിടുന്ന് ഇറങ്ങി വരാനായിരിക്കും കേട്ടോ ചിലപ്പോൾ ഈ കയറ് യൂസ് ചെയ്യുന്നത് അല്ലേ. കയറിപ്പോയാൽ അത്ര ബുദ്ധിമുട്ടില്ല, കാണുന്ന അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഇവിടുന്ന് കയറി തുടങ്ങുമ്പോൾ. ഓഡിയോ മാർക്ക്. അപ്പോൾ അടുത്തതായി വടംവലി മത്സരമാണ്. അപ്പോൾ നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയല്ലേ വേണ്ടേ? അല്ലടാ അതെ. ഏകദേശം നമ്മൾ ഇവിടെ ആരും ഇല്ലല്ലോ, ആരും വരാത്തായിരിക്കും അല്ലേ? ആരും പിടിച്ച് കയറണം. പായല് നോക്ക്. ദുഃഖവെള്ളിയാഴ്ച എന്താ പറയുക, ദുഃഖവെള്ളിയാഴ്ച മല കയറുന്ന പോലെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, എടാ ഇവിടെ അല്ലേ കുളകപ്പാറ അടുത്തല്ലേ? അപ്പോൾ കുളകപ്പാറ മലയിൽ കയറിയിട്ടുണ്ട് ദുഃഖവെള്ളിയാഴ്ച. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെക്കണല്ലേ വിശ്വാസികളൊക്കെ കയറാൻ. രസം കേട്ടോ, നല്ല രസം. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്താ പറയുക, ഇത് അമ്പലവയലാണ് സ്ഥലം. സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്പലവയൽ ചീങ്ങേരി മല കേട്ടോ. ചീങ്ങേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല രസമാണ് കയറിപ്പോവാൻ. ഈ രസം എന്ന് വെച്ചാൽ കയറിപ്പോകുന്നതല്ല ശരിക്കും പറഞ്ഞ രസം. ഇവിടുന്ന് കിട്ടുന്ന എന്താ പറയുക, ആ ഡാമില്ലേ, ആ കാണുന്ന ഡാം, ആ ഡാമിൽ നിന്ന് കിട്ടുന്ന മറ്റേ ആ തണുത്ത കാറ്റ്, ഡാമിൽ ആ വെള്ളത്തിൽ തട്ടി തന്നെ ആ തണുത്ത കാറ്റില്ലേ, അതാണ് നമുക്ക് എന്താ പറയുക ഇതിൻ്റെ മേലെ കയറി വന്നാലുള്ള ഫീല്. ഞാൻ ഓർക്കും നല്ല പൊരുവെയിലത്ത് കയറി വന്നതുകൊണ്ട് എന്താ പറയുക, പൊരുവെയിലത്ത് കയറി വന്നതുകൊണ്ട് ചൂടെടുക്കാനും ഒക്കെ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കയറി വന്നപ്പോൾ ചൂടെടുക്കുന്ന ഫീലൊന്നും ഇല്ല. കയറ്റം കയറുന്നവർക്ക് അതിപ്പോൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല രസമാട്ടോ കാണാൻ. ഈ പാറപ്പുറത്ത് ചെടി വളരുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ചൂട് കുറവാണ്. അപ്പോൾ നട്ടുവെച്ചൊക്കെ വരാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പീക്ക് ടൈമാണ്, വെയിലിൻ്റെ ചൂടിൻ്റെ ആ പീക്ക് ടൈമിലാണ് നമ്മളെന്താ പറയുക ഈ മല കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ മൂത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം എന്തായാലും ഈ വായുവിലുണ്ടാവില്ല. ഈ വരുന്ന കാറ്റിൽ എന്തായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അതുകൊണ്ടാണ് എന്താ പറയുക ആ ഈർപ്പമാണ് ശരിക്കും ഈ ചെടികളെ ഒക്കെ എന്താ പറയുക ഈ പൂത്ത് നിൽക്കാൻ എന്താ പറയുക സഹായിക്കുന്നത്. എന്താ പറയുക, ഇതിപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം പറയാൻ പാകത്തിനല്ല, ഇവിടെ വന്നിട്ട് ഇത് ഫീൽ അനുഭവിക്കണം. ഈ പീക്ക് ടൈമിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ രാവിലെ മോർണിംഗിലെ അവസ്ഥയെന്ന് ആലോചിക്കും. നല്ല മഞ്ഞൊക്കെ വീഴുന്ന വയനാട്ടിലിപ്പോൾ ഡിസംബർ കാലാവസ്ഥയിൽ മഞ്ഞൊക്കെ വീഴുന്ന ടൈമിൽ ഇതിന് മേലോട്ട് കയറുന്ന അവസ്ഥയെന്ന് ആലോചിക്കും.
അതേപോലെ ഇനി വരുന്ന മഴക്കാലത്തേക്ക് ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റില്ല, ഊർന്ന് താഴെ പോകും. അങ്ങനെയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്ര വെയിലത്ത് ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ചൂടെടുക്കുന്ന വെച്ചാൽ കയറുന്നതിൻ്റെ ഒരു നമുക്ക് വേർക്കില്ലേ, ആ വേർപ്പ് മാത്രം എന്താ പറയുക, അങ്ങനെ ചൂടെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ താഴെ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഡാമാണ് എന്താ പറയുക ഇവിടുത്തെ ഹൈലൈറ്റ്. ആ ഡാമിൽ നിന്ന് അടിച്ച് വരുന്ന തണുത്ത കാറ്റ്, അതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വല്ലാത്ത ഫീലാട്ടോ. അപ്പോൾ അരവിന്ദ് വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോവാണ്. സീന കയറിപ്പോവാൻ സീന. ഓ അങ്ങോട്ട് കയറിപ്പോവാൻ വേണ്ടി തെന്നിയ താഴെ പോകുന്ന പറയാം. അത്ര കുത്തനെ കയറ്റാട്ടോ. ഓഗ് ചെയ്ത് ഇങ്ങനെ കയറി വരാൻ പറ്റില്ല കേട്ടോ, അമ്മാതിരി കുത്തനെ കയറ്റാണ്, കയറാൻ പറ്റില്ല. അപ്പോൾ അവന് മുകളിലെത്തിയിട്ട് അവൻ എടുക്കട്ടെ, അവന് കൊടുക്കുക. ശീങ്ങേരി ഹിൽസിൻ്റെ ഏറ്റവും എന്താ പറയുക അഡ്വഞ്ചറായ സ്ഥലം കേട്ടോ. എന്താ പറയുക, ഇവിടെ അങ്ങനെ കയറാൻ പറ്റുമോ, കയറി പിടിക്കാതെ കയറിയ തെന്നി താഴെ പോകും. അതൊരു മേലെ ഒരു പാറയിലട്ടോ കയറി കിട്ടിയിരിക്കുന്നത്. അതെങ്ങാനും വിട്ട് താഴോട്ട് വന്ന തീർന്ന് എൻ്റെ കുട്ട വലിയ. പണ്ട് മനുഷ്യൻ പരിണമിച്ച് ഉണ്ടാക്കിയത് കുരങ്ങനെന്ന് പറയുന്നത്. കുരങ്ങനിങ്ങനെ പിടിച്ചു പിടിച്ചാണല്ലോ കയറാം, അതേപോലെ കയറി വരണം ഇങ്ങോട്ട്. അതേ കയറുന്ന വഴിക്ക് എന്താ പറയുക പകുതിയിലെത്തിയിട്ടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നത്, അത് ഈ ഡാം കാരണമാണ്. ഡാമിൽ നിന്ന് തന്നെ തണുത്ത കാറ്റ്, അത് മതി. ഈ പാറപ്പുറത്ത് വെള്ളമൊന്നും വേണ്ട. ഇവിടെ കയറിയപ്പോഴേ ഈ തണുത്ത കാറ്റടിക്കുമ്പോൾ വേറൊരു ഫീലുണ്ട്. ഈ കടൽ തീരത്തൊക്കെ പോകില്ലേ, ഈ വൈകുന്നേരം ഈ കടൽ തീരത്തൊക്കെ പോകുമ്പോൾ ഒരു തണുത്ത കാറ്റടിക്കില്ലേ, അതേ ഫീലാണ് ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ പറയുന്നതാണോ അത്? വെറുതെ പറയുന്നതല്ലോ. ഈ കാരാപ്പുഴ, ഈ സ്ഥലപ്പേരെന്താ? ഈ കാരാപ്പുഴ ഡാമും ആ പരിസരം മൊത്തം ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ക്യാമറയിൽ എങ്ങനെ കാണിക്കാൻ പറ്റുമെന്നറിയില്ല, ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. പള്ളി ഈ കാണുന്ന കേട്ടോ പള്ളി. ഇതാണ് കാരാപ്പുഴ ഡാം, ഡാമിൻ്റെ ഷട്ടറും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലോട്ട് കയറാൻ പോവാണ്. ഇല്ല ഈ ഫീൽ അനുഭവിക്കണം. ഇവിടെ എന്താ തെന്നി പോയി, ഇത് പാറ തെന്നിയതാണല്ലോടാ. ഈ പാറ ചാൻസ് ഉണ്ടല്ലോ താഴെ തെന്നിപ്പോവാൻ അല്ലേ. ഒന്ന് പാറ ഇവിടുന്ന് തെന്നിയതാട്ടോ. അപ്പോൾ ഇതെങ്ങനെ അടുത്ത മഴയ്ക്ക് എന്തായാലും ഈ താഴെ എത്തും ഈ സാധനം, ഉറപ്പാ. കാറ്റൊക്കെ കൊണ്ട്, മഴ കൊണ്ട്, വെയിൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക പാറകളൊക്കെ. ഇതിൽ കൂടുതൽ കുഞ്ഞ് കയറി വരാൻ പറ്റില്ല. സെറ്റപ്പ്. രക്ഷോട്ടെ. അയ്യോ ഇതൊക്കെ പാറ നോക്കടാ, എന്ത് രസമാണ്. എടാ ആ പാറ തെന്നിപ്പോടാ. ഇല്ലല്ലോ. അങ്ങനെ നമ്മളതിൻ്റെ മേലെ കീഴടക്കുമെന്ന് പറഞ്ഞാൽ കീഴടക്കിട്ടോ. കീഴടക്കാൻ മാത്രമൊന്നുമില്ല, കാണുമ്പോൾ വലിയ കുന്നുപോലെ തോന്നുമെങ്കിലും ചെറിയ കുട്ടികളായിട്ട് വരാൻ പറ്റുമോടാ? ഇല്ല, കുട്ടികളായിട്ട് വരാൻ പറ്റില്ല അല്ലേ, കുറച്ച് പാടാം. അതായത് തട്ടിത്തെറിച്ച് താഴ്പ്പും. കപ്പിൾസ് ആയിട്ട് നമുക്ക് ഇവിടെ വരാം. പിന്നെ അതേപോലെ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്ന് എന്താ പറയുക അടിച്ചു പൊളിച്ചിട്ട് പോകാൻ പറ്റും. നല്ല തണുപ്പാണ് ഇവിടെ. മേലെ പോയിട്ട് അതിൻ്റെ എന്ത് നമുക്ക് കണ്ടിട്ട് വരാം. എന്ത് വന്നാലും അറ്റം കണ്ടിട്ടേ മടങ്ങും. മേലോട്ട് കയറാം. അങ്ങനെ നമ്മളിപ്പോൾ മേലേക്ക് എത്തിയിട്ടോ. ഇനിയിപ്പോൾ മേലെ എന്താ പറയുക അവസാന കൊടിയാന്ന് തോന്നുന്നു. നേരത്തെ അവസാന കൊടിയാന്ന് പറഞ്ഞാണ് ഈ മേലെ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ വേറെ കൊടിയുണ്ടെന്ന് അറിയില്ല. അങ്ങോട്ട് കയറി നോക്കാം. എന്നാലും നിങ്ങൾ ധൈര്യത്തോടെ പോരെ, നട്ടുച്ച സമയത്ത് പോരെ. നല്ല തണുപ്പാണ്. ഡിസംബർ മാസം ആയതുകൊണ്ടായിരിക്കും. ഈ അടുത്ത് തന്നെ പോരെ കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല ഫീലാണ്. കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കാൻ എന്താ പറയുക നല്ല രസമായിരിക്കും. പക്ഷേ നിങ്ങൾ എന്താ പറയുക വഴക്ക് പിടിച്ച് താഴ്ത്തി ചാടാണ്ടില്ല. അപ്പം നമ്മൾ വന്നത് ഇതാ ആ കോറി, അതാണ് ഫാൻഡർ റോഡ്. അതെന്താ ഉണ്ടായോണ്ടായിരുന്നു.
ഇത് മേലോട്ട് പോകുമ്പോൾ ഉണ്ടായി വരിക. അപ്പൊ ഇതല്ല കേട്ടോ ഇതിന്റെ മുകളിൽ. ഇതിന്റെ മേലെ ഇനിയും കൊടിയുണ്ട്. ആ കാണുന്ന വലിയ കൊടിയുണ്ടോ? ആ കാണുന്ന വലിയ കൊടിയാണ് എന്താ പറയാ ഈ മലയുടെ അവസാനം. ആ കൊടീൻ്റെ ഏകദേശം അടുത്തെത്തി കേട്ടോ നമ്മുടെ എൻഡിങ് പോയിന്റ്. ഈ മലയുടെ അവസാന പോയിന്റിലെത്തിട്ടോ ഈ കാണുന്ന കൊടി. കുട്ടികൾ പാറി കോത്ത കൊട്ടലങ്ങള അതൊന്നും വേണ്ട. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ മേലത്തെ വ്യൂ. പച്ചപ്പ് അല്ല, ഈ പാറപ്പുറത്ത് ഇമാതിരി പച്ചപ്പേ ഈ വെയിലത്ത്. ഇവിടെയൊക്കെ ചുറ്റും പാറകളാട്ടോ, കോറികളോ. ഇത് കോറിയൊക്കെ എന്താ പറയുക നിർത്തലാക്കിയായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോൾ അടിച്ച് പൊട്ടിച്ച് തീരണ്ടേ. അങ്ങനെ നമ്മൾ അവസാന പോയിന്റിലെത്തിട്ടോ. അവിടെ എന്തോ ഒരു വലിയ കൊടി, ചെറിയ കൊടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ മേലെത്തി. ഇനി വലിയ കൊടിയെ കാണാൻ പോകുന്നത്. നമ്മൾ കണ്ടിന്യൂസ് കയറാത്തതുകൊണ്ട് എന്താ പറയുക വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കയറി പോകുന്നു. പക്ഷേ രസമാട്ടോ. നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് വാ. നിങ്ങൾ ഈ കൂട്ടുകാർക്ക് അപ്പോൾ നമ്മൾ ഈ മലയുടെ മേലെ എത്തിട്ടോ. ഈ കാണുന്ന കൊടി പറക്കുന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാലാണ് 3560 അടി മേലെ എത്തുക. നമ്മൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കേ എന്താ പറയുക നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്ക്. ആരെങ്കിലുമൊക്കെ വന്ന് കാണട്ടെ. എന്താ പറയുക ടിക്കറ്റിന് നിസ്സാരം 50 രൂപയുള്ളൂ. പക്ഷേ ഇവിടെ കയറി വന്ന 50 രൂപേൻ്റെ ഗുണമല്ല, അല്ല 50 രൂപേൻ്റെ ഫീലല്ല. ഒരു എന്താ പറയുക ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല മനുഷ്യന്. അപ്പോൾ എന്താ പ്രകൃതി തന്നെയുള്ള ഈ മലകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഈ തണുപ്പത്ത് നമ്മൾ മേലെ എത്തിട്ടോ. തണുപ്പത്തല്ല, ഈ നല്ല വെയിലിൽ തണുത്ത കാറ്റിൽ മേലെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോണം. ഇവിടെ ഇങ്ങനെ ഒരു ഇടവഴി പോലെ ഉണ്ട്. അപ്പോൾ ഈ ഇടവഴി കൂടെ ഇങ്ങനെ കയറിപ്പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ദേ കണ്ടോ നമ്മൾ സ്ഥലത്തി. നോക്കിക്കോ. അങ്ങനെ ചുറ്റും കാണാൻ പറ്റും. വാവ്, എന്താ രസം. ചുറ്റും കാണാം. ഇതാണ് നമ്മുടെ കൊടി. വാവ്. അങ്ങനെതാ ചീങ്ങേരി മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ചീങ്ങേരി ഹിൽ 3460 ഫീറ്റിൻ്റെ മേലെ കേട്ടോ നമ്മളുള്ള. ഇവിടെ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3460 ഫീറ്റ് മേലെയാണ്. അത്ര മേലെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ വയനാട്ടിൽ. ഇങ്ങനൊരു സ്ഥലം. ഇതൊക്കെ കാണാതെ പോയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, കാണാതെ എങ്ങനെ ചത്തുപോയായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ കേട്ടോ. നിങ്ങളൊരു ദിവസം എല്ലാവരും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇവിടെ നിന്ന് ഒരു ദിവസം വരണം. എന്താ പറയുക അമ്മാതിരി ഫീലാണ്. ഈ വെയിൽ കൊണ്ടാണ് എൻ്റെ കണ്ണ്. ആ കൊടി ചുറ്റും കാണാം കേട്ടോ. ചുറ്റും ഇങ്ങനെ കാണാം, കാഴ്ചകൾ കാണാം. കാരാപ്പുഴ ഡാം, പിന്നെ അതിന് ചുറ്റും മലകളൊക്കെ. ആവും സെറ്റ്. ഇവിടെ ഈ മലയുടെ മേലെ കയറി വന്നതാ ഇരിക്കാൻ പാകത്തിന് എന്താ പറയുക ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കയറി വന്ന വഴി കേട്ടോ. ഏറ്റവും മുകളിൽ 3460 അടി മേലെ. അപ്പം നമ്മുടെ ചീങ്ങേരിയിലേക്ക് കയറി വന്ന കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ഈ ചീങ്ങേരി എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. കയറുന്നതിനേക്കാൾ ഭയങ്കര പാടാണ് ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ ഏകദേശം തിരിച്ച് പകുതിയിൽ ഇറങ്ങിയിട്ടോ. ഇതായിരുന്നു ഏറ്റവും ഭയങ്കര കയറ്റം. ഇപ്പോൾ ഇവിടെ എത്തി. പിന്നെ അവൻ ഇറങ്ങി താഴെ വരെ എത്തിട്ടോ. താഴെ എത്തി. ഇനിതാ നമ്മൾ ഈ കാണുന്ന കൊടി കണ്ടോ, ആ കൊടീൻ്റെ അതിൽ താഴോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഈ ഹഡിൻ്റെ ഒക്കെ അടുത്തെത്തി. ഹഡ് താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് എന്താ പറയുക കയറി പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നേരെ താഴെ പോകും. ഇറങ്ങി താഴെ എത്തിട്ടോ. താഴേക്ക് എത്തുമ്പോൾ എന്താ പറയുക വീണ്ടും ചൂടെടുക്കാൻ തുടങ്ങും. കാറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ താഴെ എത്തിയതാ. നമ്മൾ നേരത്തെ കയറി വന്ന സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഏകദേശം ഈവനിങ് ആയി. ഇനിയായിട്ട് ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങുന്നു. പിന്നെ
നമ്മളിവിടുന്ന് പോവാണ്. അപ്പം ഇറങ്ങി വന്ന വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോഴാണ് കറക്റ്റ് എന്താ പറയുക ആ കളർ ടൂണൊക്കെ കറക്റ്റ് കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വീഡിയോ അപ്പോൾ ഒരിക്കൽ കൂടി ഹെൽമെറ്റ് അപ്പോൾ അവന് ഹെൽമെറ്റ് മറന്നുപോയി. അപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ പോയി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിട്ടോ. നമ്മൾ വണ്ടി എടുക്കാണ് പോവാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയുടെ കാണാം. ബായ്.